നമസ്കാരം ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു അമൃത്വേണി ഹെയർ എലിക്സർ പ്രസൻസ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ കോക്ക് പവേർഡ് ബൈ പവിഴം കുക്ക് ഓഫ് സ്മാർട്ട് കറി പൗഡേഴ്സ് ആൻഡ് രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ്. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീർക്ക, ഷാജൻ ചേട്ടാ ആൻഡ് ബിജുക്കുട്ടൻ ചേട്ടാ. സ്വാഗതം, സുസ്വാഗതം. എന്തൊക്കെ വിശേഷം? സുഖം. നമ്മള് ഉഷാറായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ടീമുകൾ റെഡിയാണ്. സ്കിറ്റ് വെൽ പ്രിപ്പയർഡ് ആണ്. പുതിയ കോണ്ടന്റുകൾ, പുതിയ കൗണ്ടറുകൾ റെഡിയാണോ? അങ്ങനെയാണെ ഒരുമിച്ച് നമുക്ക് സ്വാഗതം ചെയ്യാം. പെരുമ്പാവൂരെ സ്നേഹാലയത്തിലെ അച്ഛനും അച്ഛന്റെ ബാക്കിയുള്ള കൂട്ടുകാരും എല്ലാവരും വന്നിട്ടുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും സ്വാഗതം. നമ്മെ ചിരിക്കാം. ആദ്യത്തെ ടീം വിളിക്കൂ. ടീം എസ് ആണ് പെർഫോം ചെയ്യുന്നത്. പക്ഷെ അതിൽ ഒരാള് മാറിയിട്ട് പകരം വേറൊരാൾ വരുന്നു. സെലിബ്രേറ്റർ ഉണ്ട്, ശ്യാമുണ്ട്, കൂടെ മനോജ് വലഞ്ചുഴി. 3 പേർക്ക് സ്വാഗതം. ഇത് ഐറ്റം വേറെ. അച്ഛൻ എന്താ കാണിക്കുന്നേ? എന്താടാ പത്രം തലയിരിച്ച് വായിക്കുന്ന എന്തിനാ? അയ്യോ, നീ അറിഞ്ഞില്ലയോ? സ്വർണത്തിന്റെ വില കുത്തനെ അങ്ങ് ഉയർന്നു. തല തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ താഴോട്ട് വന്നെങ്കിലോ? അയ്യോ എടാ, നീയേ കൊച്ചിനെ കൊണ്ട് അവിടെ വീട്ടിൽ പോയിട്ട് നിന്റെ മുഖത്തൊന്നുള്ള ഒരു മ്ലാനതാ. ഞാൻ എന്റെ ഭാര്യ അവളെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. ഇനി എനിക്ക് അവളെ വേണ്ട. അതൊരു വർത്തമാണോ നീ പറയുന്നത്? എന്ത്? ആ പാവം പിടിച്ച കൊച്ചിനെ എന്താണ് വീട്ടിൽ കൊണ്ടാക്കിയത്? ഉണ്ടാക്കി. ഇത്രയും ദൂരം പോയപ്പോ അച്ഛനോടൊന്നും വരത്തില്ലായിരുന്നു? അച്ഛൻ കൂടെ വരത്തില്ലായിരുന്നു? അച്ഛൻ അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അച്ഛാ ഇഷ്ടമല്ല. ഇത്രയും ദൂരം പോകുമ്പോൾ വണ്ടിയുടെ സൈഡിൽ ഇരുന്നിട്ട് മരങ്ങൾ പുറമോട്ട് വന്നാൽ കാണാറില്ല അച്ഛൻ. എന്തായാലും എനിക്ക് അവളെ വേണ്ട. നിനക്ക് അവളെ വേണ്ട ഇല്ലയോ? വേണ്ട. എടാ, എന്താണ് വിഷയം പറയടാ? അവള് ഭയങ്കര പിശാച്ചാച്ചാ. പിശാച്ചാച്ചാ. അയ്യോ എന്ന് പറഞ്ഞാൽ നീ വലിയ പുണ്യാളനല്ലയോ? എടാ, നിന്നെ എന്തിനാണ് ഞാൻ പിടിച്ച് കല്യാണം കഴിപ്പിച്ചത്? അച്ഛന് പെണ്ണ് കിട്ടാത്തോണ്ട് എന്നെ കൊണ്ട് കെട്ടിച്ച്. അതാണോ? എടാ, ഈ തോന്നിയാസം പറയല്ലേ. നിന്റെ അമ്മ പോയാ പിന്നെ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും ഞാൻ നോക്കിയിട്ടില്ല. ഈ നാട്ടിലുള്ള പെണ്ണുങ്ങളെല്ലാം പറയുന്നു. എന്ത്? ഇനി ഈ നോട്ടം നോക്കിയാലേ കണ്ണ് കുത്തി പൊട്ടിക്കുമെന്ന്. അന്തരായി പോയനാ. ഇതാരാണ് ഇത് പറഞ്ഞത്? ഇതാരാ പറഞ്ഞത്? സുമചേച്ചിയുടെ അടുത്ത് പറഞ്ഞ. സുമചേച്ചിയാന്ന് പറഞ്ഞു. അവള് പറയവല്ലടാ, പ്രവർത്തിക്കൂടാ. അച്ഛൻ ഇത് എങ്ങനെയെങ്കിലും ഒഴിവാക്കി തരാൻ പറ്റും എനിക്ക് ഈ ബന്ധം? കാര്യഭാഗനകത്ത് വേസ്റ്റ് കൊണ്ട് കളയുന്ന പോലെ കളഞ്ഞിട്ട് വന്ന് ഈസി അല്ലത്. പിന്നെ ഈ ബന്ധം ഒഴിവാക്കണ നിയമവശങ്ങളുണ്ട് അതിനകത്തില്. അതിനിപ്പോ എന്തോ ചെയ്യണമെന്ന് പറ. എടാ, തെക്കുംപുറത്തെ മോഹനെ അറിയാവോ? അറിയാം. അവന്റെ ഒരു മോനുണ്ട്. അവൻ നിന്റെ കൂടെ പഠിച്ചതാ. അവനിപ്പോ അഡ്വക്കേറ്റാ. നീയോ അടവെടുത്ത് ഇവിടുന്ന് കേറ്റുന്നു. എടാ, അവനെ വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് പറയാം. നിയമവശമായിട്ട് കാര്യങ്ങൾ എന്തുണ്ടെങ്കിൽ വിളിച്ച് പറയാം. ഫോൺ വിളിച്ച് പറയാം. വിളിച്ച് പറയാം. അയ്യോ, ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു. അത് കഴിയാതെ കയറി വന്നു. എന്തിനും ഷൂട്ട് കഴിഞ്ഞ അപ്പോഴേ വീട്ടിൽ പോകും. ഫോൺ കോൾ എന്തിനു വെറുതെ? വന്നാ പോരെ, വക്കീൽ വന്നാ പോരെ. വന്നല്ലോ വക്കീൽ. സ്ക്രിപ്റ്റിലുള്ള വേണ്ട. ഇത് കണ്ടിന്യൂ. വക്കീൽ വന്നല്ലോ. ഈ വക്കീൽ എന്തിനാ ഈ കോട്ട് ഒക്കെ ആയിട്ട് വന്നത്? പിന്നെ മൺമട്ടി വെച്ചോണ്ട് വരാൻ പറ്റുമോ? വക്കീലിൽ പോവാം. ഫോട്ടോ വേണ്ടത് മൺമട്ടി വെച്ചോണ്ട് വന്ന വക്കീലാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതല്ലേ വക്കീലേ, ഞാൻ ഞാറക്കല്ല അപ്പുകൂട്ടെ. അപ്പൊ ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം പുട്ടായിരിക്കും അല്ലേ? ഞായറാഴ്ച അപ്പം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം കിട്ടുമെന്നല്ല പറഞ്ഞത്. ഞാൻ ഞാറക്കല്ല അപ്പുകൂട്ടൻ. എന്റെ മോനായവൻ. പറച്ചിലേട്ടത്തൊന്നും ഞാൻ നിർബന്ധിച്ച് കേട്ടാ മോനാക്കിയെന്നൊന്നും. അതല്ല മകനല്ലേ, നിങ്ങളല്ലേ കല്യാണം കഴിച്ച മകനായത്? അതല്ല, ഇവന്റെ ചില പ്രശ്നങ്ങൾ കാരണം. ഇവര് നോക്കി, ഇവര് നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് പഠിച്ചതാ. ഒരുമിച്ച് പഠിച്ചതാ. ഏത് സ്കൂളിലായിരുന്നു? നമ്മളാ കൊടുവണ്ണൂർ സ്കൂളില്ലേ? കൊടുവണ്ണൂർ സ്കൂളില്. അവിടെ കഞ്ഞിപ്പേരില് നമ്മൾ മുഖാമുഖം നോക്കി കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നു. ഓ, അത് ശരി. അപ്പൊ ഒരുമിച്ച് പഠിച്ചതല്ല, ഒരുമിച്ച് കുടിച്ചെന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. നീ സ്കൂളിൽ പോയത് കഞ്ഞി പയറും തിന്നാനാണോ? അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പയറ് പോലെ നടക്കുന്നത്. എടാ, പയറ് പോലെ നിൽക്കുവാണെങ്കിൽ ഒന്ന് മുളയ്ക്കണം, അല്ല ഒന്ന് പടർന്ന് വന്നിരിക്കണം. ചുമ്മാ അല്ല പെണ്ണ് നിന്നെ കൊണ്ട് കളഞ്ഞത്. അല്ലേ, എന്നാ വിഷു എന്താ? മേടത്തിലില്ലോടാ? മേടത്തിലാ വിഷു. വിഷു ആണോ ഞാൻ ചോദിച്ചത്? എന്തോ വിഷയം എന്നല്ലേ ചോദിച്ചത്? വിഷയം പറ. വിഷയം എന്ന് പറഞ്ഞാൽ ഇവരൊരു പെണ്ണ് കിട്ടിയായിരുന്നു. അപ്പൊ അവളെ കൊണ്ട് കളഞ്ഞു. അപ്പൊ വക്കീൽ ഇടപെട്ടിട്ട് ഒരു ഡിഷ് വാഷ് ഉണ്ടാക്കി തരണം. ഡിഷ് വാഷ്. നിങ്ങളുടെ വീട്ടിലെ പാത്രം കഴുകാൻ വന്നതാണോ ഞാൻ? അല്ല വക്കീലേ, മനസ്സിലായില്ലേ? ഞാനും പെണ്ണുമായിട്ട് പിണങ്ങിയല്ലോ. അപ്പൊ പിണങ്ങിയ പേരിന് വേണ്ടി ഒരു റിവേഴ്സ് വേണമെന്ന് ആണ് അച്ഛൻ പറഞ്ഞത്. ഇവിടെ വെള്ളപ്പൊക്കം വന്നായിരുന്നു. അപ്പൊ അച്ഛൻ മോനും എവിടെ ആയിരുന്നു? ഞങ്ങൾ തട്ടുംപുറത്തിരിക്കുവായിരുന്നു. ആ സമയത്ത് പോലും സ്കൂളിന്റെ തിന്നെ പോയില്ല.
എങ്ങനെയെങ്കിലും നടന്നു തരണം. ആദ്യം കാര്യങ്ങൾ അറിയണം. കാര്യങ്ങൾ അറിയുന്നതെന്ന് പറയാൻ ചോദിച്ചാൽ പറഞ്ഞു ചെറുക്കൻ. എങ്ങനെയായിരുന്നു കല്യാണം? ഏത് സമയത്തായിരുന്നു കല്യാണം? കല്യാണം എന്ന് പറഞ്ഞാൽ 1980, 40 തീ വെച്ച് കഴിഞ്ഞെങ്കിൽ കറക്റ്റ്. അതല്ല, അത് 87-ലായിരുന്നു എന്റെ കല്യാണം. അത് നിങ്ങളുടെ കല്യാണമാണോ ചോദിച്ചത്? ഈ ചെറുക്കനും പെണ്ണും തമ്മിലുള്ള കല്യാണം എന്നായിരുന്നു എന്നുള്ള കാര്യം? എല്ലായിരുന്നു എവിടെ വെച്ചായിരുന്നു? എവിടെ വെച്ചായിരുന്നു? അത് പുല്ലാങ്കുഴലിലെ ഹോളി വെച്ചായിരുന്നു കല്യാണം. പുല്ലാങ്കുഴലിന്റെ ഒരു കൊച്ചു ഹോളിൽ അപ്പൊ അതിനകത്ത് താലി പോലും ഇറങ്ങി ചെല്ലൂല്ലോ, പിന്നെ അവിടെ വെച്ചൊക്കെ കല്യാണം നടക്കും. അയ്യോ, ഇങ്ങനെ വായിക്കുന്ന പുല്ലാങ്കുഴലിലെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഇവിടെ അടുത്തൊരു പുല്ലാങ്കുഴൽ എന്ന് പറഞ്ഞ ഒരു ഓഡിറ്റോറിയത്തുണ്ട്, അതിലെ ഹോളി വെച്ചായിരുന്നു കല്യാണം എന്ന് പറഞ്ഞത്. അങ്ങനെ ശരി. എനിക്കത് എങ്ങനെയെങ്കിലും പെട്ടെന്ന് എനിക്ക് റിവേഴ്സ് വരുത്താം. പെട്ടെന്ന് റിവേഴ്സ് അങ്ങനെ പറ്റൂല. അത് അതിനൊക്കെ കുറെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതായത് എനിക്ക് ഒരുപാട് കേസ് കിട്ടുള്ളതാണ് കേട്ടോ. ഒരു നമ്പർ എനിക്ക് ഒരുപാട് കേസ് കിട്ടണം. കോടതിയിൽ ഒരുപാട് കേസ് കിട്ടുള്ളതെന്ന് ഒരു നമ്പർ തരണം. എന്തോ മനുഷ്യനാ നിങ്ങൾക്ക്. ഇത് കാര്യവിവരങ്ങളെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണം. എങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതമൊക്കെ? എങ്ങനെയായിരുന്നു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടേനും പിടിച്ചേനും വഴക്കായിരുന്നു. എവിടെയാണ് തൊടുന്നത്, എവിടെയാണ് പിടിക്കുന്നത്? അതായത് അവൾ എന്ത് സാധനം മേടിച്ചു വെച്ചാൽ ഞാൻ തൊടും, അപ്പൊ വഴക്ക് പറയും. ഓഹോ. പിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ദിവസം മറിഞ്ഞു വീഴാൻ പോയി. ഓഹോ. കാരണം ഞാൻ കയറി പിടിച്ച്, അതിന് വഴക്ക് പറഞ്ഞു. ഓ, അങ്ങനെ ഉണ്ടല്ലേ. അല്ല, വേറെ സംഭവം എന്താ ചെറുക്കൻ നിൽക്കുന്ന ഞാൻ പറയാത്തത്. പിന്നെ എന്റെ ചെവിയിൽ എഴുതി വെക്കുമായിരുന്നല്ലോ. എടാ, വ്യക്തമായിട്ടുള്ള കാര്യം പറ. നിന്റെ ദാമ്പത്യ ജീവിതം എങ്ങനെയാണെന്നുള്ള കാര്യം. നിങ്ങളെ മുറിയിൽ എങ്ങനെയായിരുന്നു ഭാര്യ ഭർത്താക്കന്മാർ? ദാമ്പത്യ ജീവിതത്തില് കുറെ വിള്ളലുകൾ ഉണ്ടായിരുന്നു. വിള്ളലുകൾ ഉണ്ടായിരുന്നു. ഈ എവിടെ ഒരു ദിവസം റൂമില് ഞാൻ ഇവിടെ റൂമിൽ നിന്നപ്പോൾ ഞാൻ അകത്ത് ചെന്നു. എവിടെ ഒരു ചുമന്ന ചുരിദാറിട്ട് നിൽക്കുമായിരുന്നു. പച്ച ചുരിദാറായിരുന്നു അവിടെ പച്ചയായിട്ടിരുന്ന പച്ചയായിരുന്നു എനിക്ക്. പച്ച ചുരിദാർ. ഈ പച്ച ചുരിദാർ ഇട്ടിട്ട് ചെന്നപ്പോഴത്തേക്ക് ഞാനൊരു കറുത്ത ഷർട്ടും വെള്ള മുണ്ടുമായിരുന്നു. വെള്ളയിൽ പുള്ളിയുള്ള ടീഷർട്ടായിരുന്നു നീ ഇട്ടത്. വെള്ള പുള്ളിയ ടീഷർട്ട്. അല്ല, നിങ്ങളെന്താ അങ്ങോട്ട് നോക്കിക്കുന്നേ? അല്ല, ഇവിടെ നിന്ന് എഴുതുന്നതാണ് കറക്റ്റ് ആയിട്ട്. അങ്ങനെ ഞാൻ അകത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് ഒരു ആപ്പിൾ എടുത്ത് എനിക്ക് തന്നു. ആപ്പിള്. ഞാൻ പറഞ്ഞെടി ഞാൻ കൈ കഴുകിട്ട് വരാന്ന് പറഞ്ഞു. കൈ കഴുകാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ ആപ്പിൾ എവിടെ എടുത്തങ്ങ് തിന്ന്. കൊച്ചല്ല, ഞാൻ എടുത്തിരുന്നത്. ഞാൻ ആപ്പിൾ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്തിരുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് കിടക്കാം. ഞാൻ അവളെ കൂടെ കിടന്നില്ല. ഇപ്പം പിടിച്ചു കിടത്തിയതാ. ഇപ്പം പിടിച്ചു കിടത്തി കഴിഞ്ഞ ഉടനെ കറണ്ട് പോയി. പിന്നെ ബാക്കി കാര്യങ്ങൾ എന്തോന്ന് എനിക്കറിയത്തില്ല. കറണ്ട് പോയല്ലേ? ബാക്കിയൊന്നും അറിയത്തില്ല. ബാക്കി എന്തോന്നും വ്യക്തമായില്ലല്ലോ. ഇതാണ് എന്റെ പ്രശ്നം. അപ്പൊ ഒരു കാര്യം ചെയ്യ്, നോട്ടീസ് അയക്കണമല്ലോ. അതിന് എന്ത് ചെലവ് വരും? ഒരു 10,000 രൂപ ആവും. 10,000 രൂപ വെച്ചാ? 10,000 രൂപയുടെ ചെലവിന്റെ കാര്യങ്ങളൊന്നും ഇല്ല. ഒരു കാര്യം ചെയ്യ്, വക്കീൽ ഒരു നോട്ടീസ് അച്ചടിച്ചിട്ടെ ഇനി ഞങ്ങളുടെ ഞങ്ങൾ പത്രക്കാരനെ കൊടുക്കാം. പത്രത്തിന്റെ ഇടയിൽ വെച്ചിട്ട് കൊച്ചിന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കാം. 50 രൂപ കൊടുത്താൽ മതിയല്ലോ. ഞാൻ പുതിയ ചിക്കൻ സെന്റർ തുടങ്ങുമല്ലോ. വക്കീലിന്റെ നോട്ടീസ് അയക്കുള്ളൂ. അതിന് അത്രയും പൈസ ആവത്തില്ല. കോടതിയുടെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. കോടതി എല്ലാ സംഭവങ്ങളുണ്ട്. നിങ്ങൾ എഴുതി ഒപ്പിട്. എഴുതി ഒപ്പിട്. എന്തോ ഇട്ട് കറക്കുന്ന നമ്മുടെ ഉണ്ടാക്കുവാ. അപ്പുറത്തെ വിഷമം ചോദിക്കാനല്ലേ ഞാനല്ല ജനലിന്റെ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചെന്ന് പറയാൻ. വേന എടുത്ത് കളഞ്ഞു. പിന്നെ ഒപ്പിട്ടെ വേന കറക്കി. നിങ്ങളെ ബന്ധത്തിന്റെ കാര്യം ഓ, നീണ്ട വരയും കുത്തും. പെട്ടെന്ന് മനസ്സിലാക്കാം കേട്ടോ എന്റെ പൊന്നെ. അപ്പൊ ഞാന് ഒരു തീർപ്പ് എഴുതുകയാണ്. എഴുതിയത് വായിക്കാം. ഞാറക്കൽ അപ്പുക്കുട്ടൻ മകൻ രാജേഷും ഭാര്യ മിനിയും തമ്മിലുള്ള ദാമ്പത്യ വിള്ളലിന്റെ അടിസ്ഥാനത്തിൽ ഞാറക്കൽ അപ്പുക്കുട്ടനും മകനും തമ്മിലുള്ള ബന്ധം വേർപിരിയുന്നു. എടാ, നിന്റെ ദാമ്പത്യ ജീവിതത്തിലല്ല വിള്ളല്, നിന്റെ ബെഡ്റൂമിലാണ് വിള്ളലെന്ന്. അതെങ്ങനെ അച്ഛനെ വേർപെടുത്തുന്നത്? എടാ, ഈ കുടുംബത്തിലെ ഒന്നാം തരം ഒളിഞ്ഞോട്ടക്കാരനാണ്. ഇറക്കി വിടറാ. നിന്റെ ചേട്ടൻ സുഭാഷിന്റെ വീട്ടിൽ പോയി ഞാൻ താമസിക്കും. എവിടാ പുള്ളിയുടെ വീട്? അങ്ങ് തെക്കമലയിലാണ്. അപ്പൊ തെക്കേമലയിൽ ഒരു കേസും കൂടെ എനിക്കായി. നല്ല കലക്ക സ്കിറ്റ്, നല്ലൊരു ഉഗ്രം കൈയടി. അടിപൊളി സ്കിറ്റായിരുന്നു കേട്ടോ. ഗംഭീര സ്കിറ്റ്. 3 പേരും ഒന്നിനൊന്നിനെ തകർക്കും. മെച്ചമായിരുന്നു 3 പേരും. നല്ല സ്ക്രിപ്റ്റ്, നല്ല അച്ഛൻ, നല്ല മോൻ, നല്ല വിവരവും വിജ്ഞാനവും ഉള്ള അഡ്വക്കേറ്റ്.
കുറച്ച് നാളത്തെ ഒരു ക്ഷീണം ഈ ഒരു സ്കിറ്റിൽ മാറ്റിയെടുത്തു കേട്ടോ. നിങ്ങൾ മെനക്കെട്ടാൽ കിട്ടുമെന്നുള്ളതിൻ്റെ തെളിവൊക്കെയാണ് ഈ സ്കിറ്റ് കേട്ടോ. നമ്മൾ ഇരിക്കുന്ന ആർട്ടിസ്റ്റ് സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി അതിന് വേണ്ടി ഇരുന്നാൽ നമുക്ക് പ്രതിഫലം കിട്ടുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതാണ് ഈ സ്കിറ്റിൻ്റെ ഏറ്റവും വലിയ വിജയം. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ഒരുപാട് ടൈം എടുത്തുണ്ടാക്കിയ ഒരു സ്കിറ്റൊന്നും അല്ല. പെട്ടെന്ന് നമുക്കൊരു സാധനം ചെല്ലും, ഡൈവേഴ്സ് കേസ്, അതങ്ങനെ ആരെങ്കിലും എവിടുന്നേലും ഒരു ത്രെഡ് കിട്ടി. പക്ഷെ അത് അവതരിപ്പിച്ച ശൈലിയും അതിൻ്റെ രീതികളൊക്കെ ഭയങ്കര രസമാണ്. ക്ലൈമാക്സ് അതേപോലെ രസം. ആ ഇൻട്രോയിൽ ആ ഒരു സാധനം ഉണ്ട്, അതൊരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ആ ഫോൺ വിളിക്കുന്നതിന് മുമ്പ് അത് എന്റെ പൊന്നു, അത് ഒരു ഉഗ്രനായിരുന്നു കേട്ടോ. ഉഗ്രനായിട്ട് വരുന്നു. കാരണം അത് ആരും പറയാത്ത ഒരു സാധനം. അയ്യോ ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു, അത് കഴിയാതെ കയറി. എന്തിനും ഷൂട്ട് കഴിഞ്ഞാൽ അപ്പോഴേ വീട്ടിൽ പോകും. എന്തിനു വെറുതെ ആവശ്യമില്ല. വന്നാ പോരെ, വക്കീൽ വന്നാ പോരെ. വന്നല്ലോ വക്കീൽ. മൂന്ന് പേരും ഗംഭീര സെലക്ഷനാണ്. ഓരോ കൗണ്ടർ നമ്മൾ എടുത്തതിന് ശേഷമേ നിങ്ങൾ അടുത്തത് പറയൂ. അതിനുള്ള ടൈം തരുന്നുണ്ട്. ഒരിക്കലും വിചാരിച്ചിട്ട് അല്ല അതൊന്നും കൂടി കാണിക്കണം കേട്ടോ. അത് എന്തോട്ട് കറക്കുന്ന നമ്മുടെ ഊലപ്പുണ്ടാക്കുക. അപ്പുറത്തെ ഡിസംബർ ചോദിക്കാനല്ലേ ഞാനല്ല ജനലിന്റെ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചെന്ന് പറയാൻ. അങ്ങനെ ഓരോന്നിരുന്ന് എടുത്തു പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു, ഗംഭീരമായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാജു ചേട്ടാ. സെൽവ, ശ്യാമേ, മനോജ്, ഉഗ്ര സ്കിറ്റായിരുന്നു. പേഴ്സണലി ഞാൻ ശരിക്കും ചിരിച്ചു. ഞാൻ ഒരുപാട് ചിരിച്ചു. കാര്യം എനിക്ക് ചില കാര്യങ്ങൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സാധനം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചിരിക്കും. ഓരോരുത്തരുടെ ആസ്വാദന നിലവാരം പല പല തരത്തിലായിരിക്കും. അതെ, ചിലർക്ക് ഒരു പക്ഷേ ഈ ഒപ്പിടുന്നത് കണ്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ചിരിച്ച് ഞാൻ ഇപ്പോഴും അത് ഓർത്തോർത്ത് ഞാൻ അതിന്റെ വിഷ്വല് ഞാനിങ്ങനെ കറക്കമൊക്കെ കറങ്ങി. അല്ല, ഇയാള് വരച്ചതായിരിക്കും ഇങ്ങോട്ടെ, പേനങ്ങ് പോയി. അതിന് തൊട്ടുപുറകെ മോൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു ഒരു വര, രണ്ടോ. അങ്ങനത്തെ കുറേ സാധനങ്ങൾ. സെൽവൻ വന്നിട്ട് സെൽവനും ചിരിക്കുന്നുണ്ട്, അവരും എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. ഞാൻ പേഴ്സണലി ശരിക്കും എൻജോയ് ചെയ്തു. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ തമാശ ഉണ്ടായിരുന്നു. നിങ്ങൾ അങ്ങനെ എന്താണ് മലമറിച്ചുള്ള ആക്ഷൻ കോമഡികളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നന്നായിട്ട് ചിരിപ്പിച്ചു. അടിപൊളിയായിരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജു ചേട്ടാ. ചേട്ടാ, ഈ അച്ഛനും മോനും കറക്റ്റാണ്. അത് ഈ അച്ഛൻ്റെ മോൻ തന്നെ കറക്റ്റ്. ഇവിടുന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ സംസാരവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കറക്റ്റ് അച്ഛനും മോനും തന്നെ. മൂന്ന് പേരും അടിച്ചു പൊളിച്ചിട്ടാ. ഗംഭീര സ്കിറ്റായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, ഒരുപാട് തമാശകൾ ഉണ്ടായിരുന്നു. ഒപ്പിന്റെ കേസ് തീർച്ചയായിട്ടും പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അങ്ങനത്തെ ഒരു ഒപ്പ് ഞങ്ങളെന്നല്ല ഈ ഇപ്പൊ ടി വിയുടെ മുമ്പിൽ ഇരുന്ന് കാണുന്ന ആരും ഇട്ടിട്ടുണ്ടാവില്ല. ഒരു ഒപ്പൊക്കെ ഇട്ട അടുത്ത വീട്ടിലെ ചില്ല് പൊട്ടിക്കാൻ. അയ്യോ അസാധ്യം. അങ്ങനെ പറയാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. പിന്നെ വേറൊരു സാധനം ഉണ്ടായിരുന്നു, പ്രളയത്തിന്റെ കേസ്. ഈ പ്രളയത്തിന് നമ്മൾ എവിടെയായിരുന്നു? അത്ര ദിവസം കിട്ടൂലേ, ഒരു 3-4 ദിവസമില്ലേ, ഒരു 4 ദിവസം പോലും സ്കൂളിന്റെ പണി കണ്ടില്ലേ. ബ്രില്യന്റ് കൗണ്ടറാണ്ടാണ്, ഉഗ്രനായിരുന്നു. ടോട്ടലി അടിപൊളി, സൂപ്പർ, ഒന്നും പറയാനില്ല. താങ്ക് യു ചേട്ടാ. അപ്പോ ഈ സ്കിറ്റിന്റെ മാർക്സ് വാങ്ങിക്കാം ഷാജോൻ ചേട്ടാ. ഞാനൊരു 12,000 രൂപ കൊടുക്കും. 12,000 രൂപ. നസീർക്ക? ഞാനും അങ്ങനെ തന്നെ ഒരു 12,000 രൂപ കൊടുക്കാം. അപ്പൊ ടോട്ടൽ 24,000 രൂപ ആയിട്ടുണ്ട്. വെച്ചിട്ട് ചേട്ടാ ബാക്കി ഞാൻ അവിടെ കൊടുത്തു. ടോട്ടൽ എമൗണ്ട് അടുത്ത സിൽവർ പഞ്ച്. അടിപൊളി. നമ്മുടെ ഐറ്റമേറയിലെ അടുത്ത സിൽവർ പഞ്ച്. സിൽവർ പഞ്ച് ഒരു ശീലമാക്കിയ സെൽവനിൽ നിന്ന് തുടങ്ങാം. പറയൂ സെൽവൻ. നല്ലതായിരുന്നു. ടെൻഷനിലായിരുന്നു മൊത്തത്തിൽ. ആസ്വദിച്ച് കളിച്ചുകൊണ്ട് അതിന്റെ റിസൾട്ട് കിട്ടി. കീർത്തനം വരെ ശെല്ലനാണ് പറഞ്ഞത്, ആണോ നമുക്ക് ചെയ്യണം. കാരണം ഇവരെ സ്കിറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഉച്ചയ്ക്കാന്നല്ലേ ഞങ്ങൾ നോക്കാൻ ഇരുന്നത്. ഇത്ര നേരം കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു സംഭവമായിരുന്നു. ഞാൻ പറഞ്ഞത് ഇത് ആലോചിച്ചുണ്ടാക്കിയതല്ല. ഇവരുടെ സ്കിറ്റ് കഴിഞ്ഞ് വന്നിട്ട് ഉണ്ടാക്കിയത്. അപ്പൊ ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു ഇവരെ സ്കിറ്റ് പെട്ടെന്ന് ഉണ്ടാക്കിയത്. അപ്പൊ ഞാൻ നമുക്ക് കളിക്കാം. അന്നേരം റേച്ചേട്ടൻ വിളിച്ച് അടുത്ത നിങ്ങളാന്ന് പറഞ്ഞപ്പോഴത്തേന് തീ കയറാൻ തുടങ്ങി. ഞാൻ പറയാം എങ്ങനെ കളിച്ച് കയറ്റാം. വലിയ കിട്ടുന്നതിലല്ലല്ലോ നമ്മള് ചെയ്യണമെന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കുക. ഒരുപാട് സന്തോഷം. എത്രാമത്തെ അല്ലേ സിൽവർ ആണ്. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് സന്തോഷം, നിങ്ങൾക്ക് സന്തോഷം, നമ്മുടെ പ്രേക്ഷകർക്ക് സന്തോഷം.
അപ്പൊ ഇനി ഇതുപോലുള്ള വെടിയും പുക ഐറ്റങ്ങളുമായിട്ട് വരിക. ഇഷ്ടം പോലെ കാശ് വാങ്ങിച്ചോണ്ട് പോവാ. എല്ലാവരും നമ്മുടെ ഗ്രൂമേഴ്സ് ഒരു നല്ല കൈയടി. അപ്പൊ കുടുംബത്തിലെ വിള്ളലൊക്കെ മാറിയ സ്ഥിതിക്ക് ഭാര്യയെ വിളിച്ചോണ്ട് വരിക, അടിപൊളിയായിട്ട് പോവാ. വക്കീലേ ശരിയെന്നാ. ഇനി ഒരു ഫോൺ കോളോ മ്യൂസിക്കോ ഒന്നുമില്ല. ഓക്കെ ശരിയെന്നാ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത ടീം കൊച്ചി പ്രതിഭേട്ടനുണ്ട്, നമ്മുടെ വിഷ്ണു ഉണ്ട്, കൂടെ വേറെ ആകാശവാണി തിരുവനന്തപുരം, കൊച്ചി, കോട്ടയം. ഇന്നത്തെ കമ്പോള നിലവാരം. കിഴങ്ങ് കിലോ 20 രൂപ. തേങ്ങ പൊതിച്ചത് തൊണ്ടോട് കൂടി കിലോ 12 രൂപ. സവാള കിലോ 35 രൂപ. 35 രൂപയോ? അവൻ ആ ക്യാരറ്റിൽ അങ്ങ് ജീവിക്കുക. ഹലോ മിസ്റ്റർ ശകുന്തള, കാലിലെ ദർഭമുന ഊരി കഴിഞ്ഞെങ്കിൽ ഈ സവോള വന്ന് അരി വെക്കാവോ? എന്റെ വായിക്കുന്ന വല്ലതും കേൾക്കും. എടാ നീ നിന്റെ മാമൻ ലൈജു മുനിയുടെ വൈഡൂര്യ മാണിക്കുണ്ടെന്ന് പറയാൻ എന്നെ ഇവിടെ കൊണ്ടുപോയിട്ട് 12 വർഷമായി. അയ്യോ 12 വർഷമായാ? 12 വർഷമായോന്നോ? എടാ ഞാൻ വന്നേ അന്ന് ഇവിടെ നീലക്കുറിഞ്ഞ് പൂത്തതാ, പിന്നെ പൂത്ത ഇന്നലെ വൈകിട്ടാ. എടാ നീ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത്. എടാ ആ പുള്ളിയുടെ കയ്യിൽ ഇരിക്കുന്ന വൈഡൂര്യക്കല്ല് സ്നേഹപൂർവ്വം നമുക്ക് തന്നാലേ അത് വൈഡൂര്യക്കല്ലാവത്തുള്ളൂ, ഇല്ലെങ്കിൽ അത് വെറും കല്ല. ഇതെല്ലാം അറിഞ്ഞു വെച്ചോണ്ട് നീ എന്തിനാണ് എന്റെ കൂടെ ഇറങ്ങി വന്നത്? അങ്ങനെ നീ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നീ എല്ലാത്തിനാണ് ഈ സാധനമൊക്കെ കക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തേ? എന്തിനാന്നോ? എടാ നിനക്കൊരു കാര്യം അറിയോ? എന്റെ അച്ഛൻ ജീവിക്കാൻ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് കള്ളനായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇനി എന്റെ അച്ഛനെ പോലീസുകാരുടെ തല്ലുകൊള്ളാൻ ഞാൻ അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഇത് വിറ്റ് കിട്ടുന്ന കാശിന് ഞാൻ അച്ഛന് സ്വന്തമായിട്ട് ഒരു ബിസിനസ് ഇട്ട് കൊടുക്കും. നമ്മൾ അച്ഛന്മാർക്ക് എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. അതൊക്കെ പോട്ടെ, എന്ത് ബിസിനസ് ആണ് മോൻ അച്ഛനെ ഇട്ട് കൊടുക്കാൻ പോകുന്നത്? കുറച്ച് മദ്യക്കുപ്പി വാങ്ങിച്ചത് ബ്ലാക്കിന് വിൽക്കാൻ പറഞ്ഞാലോ? അതാവുമ്പോ നിന്റെ അച്ഛൻ നീ ബിസിനസ് അല്ല ഇട്ട് കൊടുത്തു, പിന്നെ നിന്റെ അച്ഛൻ നീ എക്സൈസ് ആർക്ക് ഇട്ട് കൊടുത്തു. അതും പറയാതെ എങ്ങനെ എടുക്കാന്നുള്ള പറഞ്ഞു കാണാം. നമ്മുടെ പ്ലാൻ എങ്ങാനും പുള്ളി അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശപിച്ച് മാനോ മയിലോ മൊയിലോ എന്തൊക്കെ ആക്കി കളയുന്ന. അങ്ങനെങ്കിൽ പുള്ളി മുനിയല്ല, പിന്നെ മജിക്ഷ മുതുകാട്. മുതുകാട് എന്റെ അറിവിൽ ഇതുപോലെ ഇന്ന് ഇപ്പൊ ആൾക്കാരെ മാനം മൂലം ആക്കുന്ന മജിക്ഷ മുതുകാട്. അത് നിനക്ക് പുള്ളിയെ അറിയാത്തോണ്ടാ. ഇതത് തന്നെ അവന്റെ എൻട്രി കണ്ടില്ലേ? വവ്വാലുകൾ ചിറകിട്ട് അടിച്ചത് കണ്ടില്ലേ? ചെന്നായിക്കൽ ഓളിയിട്ടത് ഇത് അവന്റെ എൻട്രി തന്നെ. എനിക്ക് ഇത്ര വലിയ എൻട്രി പഞ്ച് വേണ്ടേ? എടാ ഫാൻ എന്നെ സൗണ്ട് ഇല്ലാതെ ചിരിക്കുന്നേ? ചിരിച്ചല്ല, കാറ്റടിച്ചിട്ട് കിറി കോഞ്ഞാടി പോണാടവേ. ഒരു 2 ദിവസമായിട്ട് അവിടെയായിരുന്നു. എന്റെ പൊന്നടവേ ഒന്നും പറയണ്ട. ഞങ്ങളുടെ വന്ന വഴിക്കേ നമ്മുടെ ഈ ആശ്രമത്തിന്റെ മുമ്പിലുള്ള മരത്തിന്റെ ചോട്ടില് ഒരു പരുന്തിന്റെ കൂട് കിടക്കാം. അതിനകത്ത് 2 മുട്ടയും. ഞാൻ ഈ മുട്ട വിരിഞ്ഞോന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് മുട്ട വിരിഞ്ഞു വന്ന കുഞ്ഞാന്ന് പറഞ്ഞുകൊണ്ട് പരുന്തന്നെ റാഞ്ചി കൊണ്ടുപോയി കൊമ്പത്തേറ്റ് വെച്ചില്ലേ. പരുന്തോട് പറഞ്ഞാൽ പോരാ നിങ്ങൾ ആ മുട്ട വിരിഞ്ഞു വന്ന കുഞ്ഞല്ലെന്ന്. ഞാൻ വാ തുറന്നല്ലേ, അപ്പൊ തീറ്റ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഇത്ര ഉള്ളൊരു പച്ചമീൻ എന്റെ വായിലേക്ക് ഒന്നും നോക്കിയില്ല. നേരെ ഭസ്മം എടുത്ത് കണ്ണിലേക്ക് ഇട്ടത് തിരിഞ്ഞപ്പോ ഫോറസ്റ്റുകാർ എന്നോടൊക്കെ ആരാ പരുന്തിനെ ഉപദ്രവിച്ചത്? എന്റെ പൊന്നു സാറേ, പരുന്താണ് എന്നെ ഉപദ്രവിച്ചത്. ഞാനിവിടുത്തെ ഒരു വലിയ ദിവ്യനാന്ന് പറഞ്ഞു. അപ്പൊ അവര് വിശ്വസിച്ചില്ല. ഞാൻ ഒരു 500 നോട്ടുകൾ കാണിച്ച് ചക് 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 2000 രൂപയ്ക്ക് കയ്യിലേക്ക് കൊടുത്തു. പേരിലേ 2 കേസാ. 2 കേസോ? അതിനെത്തിനാ? ഒന്ന് പരുന്തിനെ ഉപദ്രവിച്ചാലും പിന്നെ കള്ളനോട്ടടിച്ചാലും. അതെ, ഞാൻ പറഞ്ഞ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്തോ കറക്റ്റായിട്ട്? മാനിന് ഇങ്ക് കൊടുത്തോ? കലമാനെ പല്ല് തേപ്പിച്ചോ? കരടീനെ കുളിപ്പിച്ചോ? കരടീനെ കുളിപ്പിച്ചില്ല. കരടി പിണങ്ങി നിൽക്കുക. പിണങ്ങി നിൽക്കുവാണെങ്കിൽ വിളിച്ച് മടിയിലിട്ടൊന്ന് അനുനയിപ്പിക്കണ്ടേ? അനുനയിപ്പിക്കാനിട്ട് അവിടെ നിൽക്കുന്നത് പിശാരടി ഇല്ല, കരടിയാണ്. ഒരടി അടിച്ചിട്ട് 4 കറക്കം കറങ്ങിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് അറിയാവോ? ആട്ടുകൂട്ടം കൂടിയാർന്നോ? ആട്ടുകൂട്ടം പിന്നെ മാടുകളെ കൂട്ടം കൂടുന്ന കാട്ടില് നമ്മൾ മാട്ടുകൂട്ടം എന്നല്ലേ പറയണത്. അരണ മാത്രം വന്നിട്ടില്ല. അയ്യോ, എന്നെ പറ്റി
അവൻ ഇങ്ങോട്ട് വരാനുള്ള വഴി മറന്നു പോയെന്ന്. എന്റെടാവേ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഇത്രയും വലിയ കുപ്പി ബ്രഹ്മി ഞാൻ കൊടുത്തത്. ആ പുല്ല് എവിടെ വെച്ചെന്നാണ് അവൻ ആദ്യം മറന്നത്. അത് ശരി. ആ. പിന്നെ ആ ഓന്തിന് ഞാനൊരു 100 രൂപ കൊടുക്കാണ്ടായി. അതാവും ഒന്ന് മേടിച്ചാർന്നോ? 100 രൂപ അല്ല 700 രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട്. 700 രൂപയോ? എന്തിന്? ഓരോ മണിക്കൂറും മുനി പറഞ്ഞിട്ടാന്ന് പറഞ്ഞ് ഓരോ നിറത്തി വന്ന് 100 രൂപ വെച്ച് മേടിച്ചോണ്ട് പോയി. അങ്ങനെ 700 രൂപയായി. ഇനി മൊത്തം 700 രൂപ അവൻ്റെ മേടിക്കണം കേട്ടോ. ഈശ്വരാ, ധാരാളം ഇവിടെ ഈ ആല് കൊണ്ട് നട്ടത്. അപ്പൊ അത് നമ്മുടെ ആശ്രമത്തിന് തണലായിക്കോണെന്ന് വെച്ചാൽ ഞാൻ കൊണ്ട് നട്ടാണ് ഗുരു. അസംഭവ്യം, സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചിരിക്കുന്നു. ഈ എന്നാ പണികളെ കാണിച്ചത് വല്ല ദിവ്യമണ്ണാന്ന് തോന്നുന്നു. ഞാനൊരു അബദ്ധം പറ്റി പോയതല്ലേ. ദിവ്യമണ്ണൊന്നുമല്ല. ഇനി ഞാൻ എവിടെ പോയി ഇന്ന് മൂത്രം ഒഴിക്കണവേ? ഒരു മിനിറ്റ്. ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നിങ്ങൾ എന്നാ ചെയ്യുമായിരുന്നു? ഗുരു ഞാൻ പറയാം. ഞാൻ ഇന്നലെ പണിക്ക് പോയി, ഇവൻ ഗുരുവായൂർ അമ്പലം നടയിലും പോയി. നല്ല കാര്യ. പൈസ കിട്ടണമെങ്കിൽ പണിക്ക് പോകണം, ദൈവാനുഗ്രഹവും വേണം. അയ്യോ അതല്ല പറഞ്ഞത്. പിന്നെ അവൻ പണി സിനിമയ്ക്കും പോയി, ഞാൻ ഗുരുവായൂർ അമ്പലമാണോ സിനിമ കാണാനും പോയി. അതാണ് പറഞ്ഞത്. ഇനി സിനിമയ്ക്ക് പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകാമോ? കരിമ്പ് ചണ്ടി പോലെ ആയില്ലേ, ഇനി ആവശ്യം മാറിയില്ലേ? കരിമ്പിൻ ചണ്ടിയോ? എന്റെ ആരോഗ്യത്തെ പറ്റി നീ മിണ്ടിപ്പോരുത്. എടാ, എല്ലാ ദിവസവും 700 അടി പൊക്കമുള്ള മരത്തിന്റെ മേളിൽ കയറി താഴേക്ക് ഞാൻ ചാടും. കഴിഞ്ഞ ദിവസം ചാടിയിട്ട് 2 ആഴ്ച കഴിഞ്ഞ ഭൂമിയിലെത്തി. അതെന്നാ പറ്റി? താടിക്ക് മുടിക്കും കാറ്റ് പിടിച്ചിട്ട് അപ്പൂപ്പന്താടി പോലെ അങ്ങനെ പാറിപ്പറന്ന് കിടക്കുന്നത്. മുനിയെ സമ്മതിക്കണം കേട്ടോ. ആരോഗ്യം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കേമ. ഞാനല്ലായിരുന്നു കേമൻ, എന്റെ അച്ഛൻ ബ്രഹ്മചാരിയായിരുന്നു കേമൻ. എന്നാ അച്ഛൻ ആരാന്നാ പറഞ്ഞേ? ബ്രഹ്മചാരി അല്ല അപ്പൊ മുനി അല്ല അപ്പൊ അത് ഇടയ്ക്ക് ചെറുതായിട്ട് അച്ഛനൊന്ന് ചാരി. മക്കളെ, അധിക നാള് ഇനി ഞാനിവിടെ കാണില്ല. പ്രാന്തപര ഞാൻ ചാവാൻ പോകുന്നല്ല പറഞ്ഞ. ഞാൻ ഇവിടുന്ന് സ്ഥലം മാറി പോകാൻ തീരുമാനിച്ചു. പക്ഷെ അതിനു മുമ്പ് എന്റെ അനന്തരാവകാശികളായി നിങ്ങൾ 2 പേരിൽ ഒരാൾക്ക് ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന ഈ വൈഡൂര്യം മാണിക്യം നിങ്ങളുടെ കയ്യിൽ തരും. പക്ഷെ അത് ആര് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഗുരു, ഞങ്ങൾ 2 പേരെ നിങ്ങൾ പരീക്ഷിക്കരുത്. ഞങ്ങൾ 2 പേര് 2 ശരീരമാണെങ്കിലും ഒറ്റ മനസ്സാ. അതുകൊണ്ട് അവന് കൊടുക്കണ്ട, അതെനിക്ക് തന്നെ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി കേട്ടോ. ഗുരുവിനെ രാവിലെ എഴുന്നേൽപ്പിക്കുന്ന, സ്കൂളിൽ കൊണ്ടുവന്ന, പല്ല് തേപ്പിക്കുന്ന, മുറ്റത്തിരുത്തി തൂത്തു വാരാൻ പഠിപ്പിക്കുന്ന ഒക്കെ ഞാൻ. അതുകൊണ്ട് നിങ്ങൾ വെറുതെ കിടന്ന് തമ്മി തല്ല് കൂടണ്ട. നിങ്ങൾക്ക് 2 പേർക്കും ഞാൻ തന്നില്ല. ഞാൻ സ്ഥലം മാറിപ്പോണ ഇടവകയിൽ ആർക്കെങ്കിലും കൊടുത്തോളാം. അല്ല ബാബാ, അവിടെ പല വക ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ആർക്കെങ്കിലും കൊടുത്തോളാം. എനിക്കൊരു ഇച്ചിരി സമാധാനം തരാവോ? തലയ്ക്ക് സൗകര്യം തരുവോ? തലയ്ക്ക് സൗകര്യം കിട്ടണമെങ്കിൽ ആദ്യം ഈ താടിയും മുടിയും വെട്ടി മര്യാദയ്ക്ക് പോയിരിക്കണം. അത് നടക്കൂല. താടിയും മുടിയും കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, എന്നെ ആരും മുനീന്ന് വിളിക്കല്ല, സുനി നല്ല വിളിക്കോളൂ. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ 2 ആഴ്ചയായിട്ട് കാട്ടിക്കട അലഞ്ഞിരിഞ്ഞ് നടക്കുള്ളൂ. എനിക്കൊരു ഇച്ചിരി നേരം ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അയ്യോ അമ്മ. എടാ, നമ്മൾ 2 കൂട്ടുകാരല്ലേ? അതെ. നമ്മൾ എന്താണ് ഇതിനു വേണ്ടി വിഷയം ഉണ്ടാക്കുന്നത്? എടാ, നമ്മൾ 2 ഒറ്റക്കെട്ടായി ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് നേടാൻ പറ്റാത്ത ഒന്നുമില്ല. പക്ഷെ ഈ പുള്ളിയെ സന്തോഷിപ്പിച്ച് എങ്ങനെയാണ് ആ മാണിക്ക് എടുക്കുന്നത്? ഒരു വഴിയുണ്ട്. നിന്റെ കൂടെ നിൽക്കുവോ? നിക്കാം. പരിപാടി കാണിച്ചു തരാം. എടാ, നീയൊക്കെ എന്റെ കൂടെ ചുറ്റിക്കറങ്ങി നടന്നപ്പോ എനിക്ക് തോന്നി ഈ മാണിക്ക് എന്റെ ഇന്ന് അടിച്ചു മാറ്റാൻ വേണ്ടിട്ടാണ്. അതുകൊണ്ട് നിങ്ങളെ ഞാനിപ്പോൾ ശപിക്കാൻ പോകും. നിങ്ങൾ ആരുടെ തലയിൽ കൈവെക്കുന്നു, അയാളും കൂടെ നിങ്ങളും ആ നിമിഷം ഭസ്മമായി പോകട്ടെ. അയ്യോ എന്റെ പൊന്നുമുനി, ചതിക്കല്ലേ. ഞങ്ങൾ മൊത്തം പരിപാടി കളിക്കുന്നത് എന്റെ മുനിയാണ് സത്യം. എന്നാ പരിപാടിയാണവേ. എടാ പിള്ളേരെ, നിങ്ങൾക്ക് ആ കല്ല് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാ പോലെ ഞാൻ തരില്ലേ? തരുവായിരുന്നാ? പിന്നെ ഈ വൈഡൂരി മാണിക്കം വിറ്റ എത്ര രൂപ കിട്ടുമായിരുന്നു? 2 ചക്കക്കുരു കിട്ടും. ചക്കക്കുരു? ആ, അത് അത്ര നിർബന്ധമാണെങ്കിൽ ബാർബർ രാജുവിന് കൊടുത്ത 2 ചായക്കുള്ള കാശ്. മനസ്സിലായില്ല. എടാ പൊട്ടന്മാരെ, ഇത് ഈ ബാർബർ ഷോപ്പിൽ ഷേവ് ചെയ്യുന്നിടത്ത് ഇങ്ങനെ നീറാണ്ടിരിക്കാൻ ഉടക്കണ കല്ലല്ലടാവത്. ഒരു കൗതുകത്തിന് വെറുതെ എടുത്ത് പോകലിട്ട് ഇവനോട് കഥയും പറഞ്ഞു വെച്ചാ അതിന്റെ ഇടയ്ക്ക് നീ എന്തിനാ വന്ന് കയറിയത്? അയ്യോ, എന്റെ 12 വർഷം. മാമുനിക്കും 2 ശിഷ്യന്മാർക്കും നല്ലൊരു കൈയടി.
ചേട്ടാ നന്നായിരുന്നുട്ടാ. താങ്ക് യു. നല്ല കോസ്റ്റ്യൂം, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ആംബിയൻസ് ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. അത്യാവശ്യം തമാശകൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിനിടയിലേക്ക് കുറച്ചും കൂടി ഹ്യൂമർ ഉണ്ടായെങ്കിൽ ഇത് വൺ ഹിറ്റ് ആയേനെ. ബാക്കിയൊക്കെ വേറെ കുറ്റമൊന്നും പറയാനില്ല. ക്ലൈമാക്സ് നന്നായിരുന്നു. ഞാൻ കരുതി തലയിൽ കൈ വെക്കുമ്പോൾ അത് അവസാനിക്കുമെന്ന് കരുതി, പക്ഷെ പിന്നെ ഉണ്ടായിരുന്നു. അവ നോക്കുമ്പോൾ ടോട്ടലി നല്ല രസം ഉണ്ടായിരുന്നു. കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുപോയി എന്നേ ഞാൻ പറയുള്ളൂ. ഗംഭീരമായിരുന്നു എന്ന് ഞാൻ പറയുകയില്ല. കുഴപ്പമില്ലായിരുന്നു, ഒരു വൃത്തി ഉണ്ടായിരുന്നു. തമാശകളുടെ ഒരു ചെറിയ ദാരിദ്ര്യം അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. കാര്യം ഇത്രയും സെറ്റപ്പുകളൊക്കെ കിട്ടുമ്പോഴേ ഒരു ഭംഗി, വിഷ്വലിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ടായിരുന്നു ഇതിന്. എന്തായാലും അത്യാവശ്യം കൊള്ളാമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ഷാജോൻ ചേട്ടാ. നന്നായിരുന്നു. ഈ പറയുന്ന പോലെ നിങ്ങൾ മൂന്നുപേരും നല്ല ഉഗ്രൻ ആക്ടേഴ്സ് ആയതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. മൂന്നുപേരും. ബാസ്റ്റിൻ്റെ സ്പീഡ് ഒന്ന് കൺട്രോൾ ചെയ്ത് നന്നായിരിക്കും കേട്ടോ. ബാസ്റ്റിനെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നില്ല. ബാസ്റ്റിൻ ഭയങ്കരമായിട്ടങ്ങ് സ്പീഡ് കൂടി പോവാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ബാക്കി ഓവറോൾ നോക്കുകയാണെങ്കിൽ രസമുണ്ടായിരുന്നു. ഈ പിന്നെ സാധാരണ കൊച്ചു പ്രദീപിൻ്റെതായ കുറച്ച് എക്സ്ട്രാ പരിപാടികൾ വരുന്നതാണ്. പ്രദീപിൻ്റെ ഒരു പെർഫോമൻസ് നമ്മളെല്ലാ എപ്പിസോഡുകളും നമ്മൾ കാണാറുള്ളതാണ്. അപ്പോൾ അത് വന്നില്ല. പക്ഷേ പ്രദീപ് വന്നു കഴിഞ്ഞുള്ള കുറേ നല്ല തമാശകളുണ്ടായിരുന്നു. ഈ മുടി ഇത് വെട്ടിക്കഴിഞ്ഞാൽ സുനിയാവും. പിന്നെ പരുന്ത് എടുത്തുകൊണ്ട് വെച്ചു, ഒരു മീനെടുത്ത് വാലോട്ട് വെച്ചു കൊടുത്തു. ഞാൻ ഭയങ്കരമായിട്ട് രണ്ട് കേസ് ഒന്ന് പരുന്തിനെ ഉപദ്രവിച്ചെന്ന് പിന്നെ കള്ളനോട്ടടിച്ചു. ഈ പറയുന്ന പോലെ സെൽഫ് ട്രോളിന് മെടുക്കനാണ് കൊച്ചു പ്രദീപിനെ വെച്ച് തന്നെ കുറേ തമാശകൾ ഉണ്ടാക്കും. അത് ഒരു തവണ കേട്ടതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത തമാശയായിരിക്കും നെക്സ്റ്റ് ടൈം വരുമ്പം പ്രദീപ് അടിക്കുന്നത്. അതുപോലെ പറഞ്ഞ പോലെ അവിടെ ഇവിടെയൊക്കെ ഒരു ചെറിയ തമാശകളുടെ ചില കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ടൈം വരുമ്പം അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഗംഭീര സ്കിറ്റുമായിട്ട് വരണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജോൻ ചേട്ടാ. പിന്നെ മാർക്സിലേക്ക് പോകുന്നതിന് മുമ്പ് വേറൊരു സന്തോഷം കൂടെ ഉണ്ട്. എന്താ? നമുക്ക് ഇവിടെ കുറച്ച് സ്പെഷ്യൽ ഗസ്റ്റുകൾ ഈ സ്കിറ്റ് കാണാൻ വന്നിരിക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞായിരുന്നല്ലോ. ഈ ഗസ്റ്റ് ഞാൻ ആ കസേര ഇറങ്ങിയ സമയത്ത് എന്റെ കസേര അടിച്ചോണ്ട് പോയൊരു ഗസ്റ്റ് അടക്കം പ്രദീപേട്ടന്റെ ഫാമിലി വന്നിട്ടുണ്ട്. അതിലെ രണ്ടാമത്തെ ചെറുതാണ് എന്റെ കൗച്ചി കയറിയിരിക്കുന്നത്. അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് അവരെല്ലാരും ഇങ്ങോട്ട് വിളിക്കാം. ആരൊക്കെ വന്നിട്ടുണ്ട്? പ്രദീപേട്ട വൈഫ്, മക്കള്, നമ്മുടെ ഫാമിലി ഫ്രണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇങ്ങോട്ട് വിളിക്കാം. വാ വാ വാ. അപ്പൊ എല്ലാവർക്കും ഇത് ഐറ്റം വേറയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്രദീപേട്ട, നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടാലോ? ഇത് വാമഭാഗം അശ്വതി. അച്ചു എന്നാണ് വിളിക്കുന്നത്. നമസ്കാരം അശ്വതി. നമസ്കാരം. ഇത് മൂത്ത മകൻ കാശിനാഥൻ. 8 വയസ്സ്, 3ാം ക്ലാസ്സിൽ പഠിക്കണു. ഇതാണ് ഐറ്റം. അത് മനസ്സിലായി. ബദ്രിനാഥൻ. കാശിനാഥനും ബദ്രിനാഥ് LKG. ഇത് നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ്, ചേട്ടൻപുള്ളിയാണ്. എന്താ പേര്? ദിലീപ്. എന്ത് ചെയ്യുന്നു ദിലീപ്? വണ്ടി ഓടുന്നു, ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്. എവിടെയാണ്? തുറവൂരി. ഓക്കെ. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഒരു നല്ല കൈഡി കൊടുക്കാം. നമുക്ക് ഇവരെ കൂടുതൽ പരിചയപ്പെടുന്നതിന് മുമ്പ് ഒരു പ്രൊഫൈൽ ഉണ്ട്, അത് കാണാം. എന്നിട്ട് നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. ഓക്കെ. എൻ്റെ ഒരു പ്രദീപ്, കൊച്ചു പ്രദീപ് എന്നാണ് ഫീൽഡിൽ അറിയപ്പെടുന്നത്. പെരുമ്പാവൂരാണ് സ്വദേശം. ഇപ്പോൾ ഒരു 12 വർഷമായിട്ട് ചേർത്തല തുറവൂര് പാട്ടുകുളങ്ങരയാണ് താമസം. ഇവിടെ ഞാൻ ശരിക്കും പാട്ടുകുളങ്ങരയുടെ അളിയൻ എന്നാണ് അറിയപ്പെടുന്നത്. കുഞ്ഞിളയൻ എന്ന് പറഞ്ഞാലാണ് അറിയുള്ളൂ. പിന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ പെരുമ്പാവൂർ ഉള്ളത് അച്ഛൻ, അമ്മ, 2 ചേച്ചിമാർ, ചേർത്തല വൈഫ്, 2 കുട്ടികൾ, വൈഫിൻ്റെ അമ്മ. പിന്നെ കുട്ടികൾ മൂത്ത ആൾ കാശിനാഥൻ 3ാം ക്ലാസ്സിൽ, രണ്ടാമത്തെ ആൾ ബദ്രിനാഥൻ LKG. എൻ്റെ പേര് അശ്വതി. ചേട്ടായി ഇങ്ങനെ കലാപരമായിട്ട് പോകുന്നത് എനിക്ക് വലിയ സന്തോഷമാണ്. വേറെ പിള്ളേരും അതേ പാട്ടൊക്കെ പാടും, അതൊക്കെ എനിക്ക് വലിയ സന്തോഷമാണ്. എനിക്കാവുക ഒരു കല ഇല്ല. ഞങ്ങൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് കാണുന്നത്. പുള്ളിക്കാരി ഒരു മൊബൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഒരു ഐഡിയയുടെ സിമ്മ് മാറ്റാൻ വേണ്ടി കയറിയതാ. ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ വൈഫ്. പിന്നെ ഒന്ന് ഫേസ്ബുക്ക് വഴി ചാറ്റ് ചെയ്ത് ഞാൻ പുള്ളിയുടെ വീട്ടിലെ കാര്യങ്ങൾ, വൈഫ്, മക്കളെയൊക്കെ തിരക്കിയപ്പോൾ പുള്ളി പറയണത് നമ്മൾക്കൊക്കെ ആര് പെണ്ണ് തരാനാണെന്ന്. പുള്ളിക്കാരിയാണ് എന്നോട് പറയണത് ചേട്ടന് കല്യാണം കഴിക്കാൻ താല്പര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞ ചേട്ടൻ നോക്കുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അച്ഛനോട് സംസാരിക്കും, ഇന്ന് ഞാൻ റെഡിയാണ്. അങ്ങനെ ഒരു കാരണന്മാരെ തമ്മിൽ അങ്ങോട്ട് വിളിച്ച് പെണ്ണ് കാണാൻ വരാൻ പറഞ്ഞു. അങ്ങനെ പെണ്ണ് കണ്ട് അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 10 വർഷമായിട്ട് പ്രണയിച്ചുകൊണ്ടിരിക്കും.
12 വർഷമായിട്ട് വൈഫ് ഹൗസിലാണ് താമസം. അപ്പോൾ വൈഫ് ഹൗസിൽ അമ്മയുണ്ട്, വൈഫിൻ്റെ അച്ഛൻ മരിച്ചു പോയി. വീടുണ്ട്, അപ്പോൾ അവിടെ ചേച്ചി കുടുംബമുണ്ട്, പിന്നെ ഞങ്ങളും ഉണ്ട്. ഇവിടെ കൊറോണ കാലത്ത് അങ്ങനെ പ്രോഗ്രാമും ഇല്ല ഒന്നുമില്ലാണ്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാവരും കൂടി നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ, അതുപോലെ റൈറ്റൽ അസോസിയേഷൻ, അതുപോലെ സോഷ്യൽ മീഡിയയിൽ കുറേ സുഹൃത്തുക്കൾ, അവരെല്ലാവരും കൂടി ചേർന്നിട്ട് നമുക്കൊരു ജീവിതമാർഗം ഉണ്ടാക്കി തന്നതാണ് ഈ കട. ഈ കടയ്ക്ക് ഞാനിട്ടേക്കണ വീട് ലുലു മാളെന്നാണ്. ഈ കട നിറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നതാണ്. സാധനം മേടിച്ചുകൊണ്ടുള്ള ആൾക്കാർ കറക്റ്റായിട്ട് കാശ് കൊണ്ട് തരും. അങ്ങനെ അതായത് കുറേ കടവും കാര്യങ്ങളൊക്കെ പോയി. ഇപ്പോൾ ഇത് ചിലവ് മാത്രമേ ഉള്ളൂ, വരവില്ലാണ്ടായപ്പോൾ പതുക്കെ അങ്ങോട്ട് കുറച്ചതാ സംഭവങ്ങൾ. ഞാൻ പ്രോഗ്രാമിനൊക്കെ പോകുന്ന സമയത്താണെങ്കിലും വൈഫാണ് കടയൊക്കെ നോക്കലും കാര്യങ്ങളൊക്കെ. വരുമാനമൊന്നും വലുതായിട്ടൊന്നും ഇല്ല, കടയിലൊന്നും വലുതായിട്ട് വരുമാനമൊന്നും ഇല്ല. പിന്നെ അത് അടച്ചു കളയാൻ കഴിയാത്തതുകൊണ്ട് അങ്ങനെ മുമ്പോട്ട് പോകണമെന്നാണ്. ഇപ്പം എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം അല്ലെങ്കിൽ ഒരു ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു 3 സെൻറ്റ് സ്ഥലം സ്വന്തമായിട്ട് മേടിക്കുക എന്നുള്ളതാണ്. പൈസ ഒന്നും റെഡി ആയിട്ടില്ല, അളന്നിട്ടിട്ടുണ്ട് 3 സെൻറ്റ് സ്ഥലം. അതിപ്പോൾ എത്രയും പെട്ടെന്ന് അത് ചെയ്യണം, എൻ്റെ ആ ഒരു ഓട്ടത്തിലാണ്. എനിക്കൊരു കമ്പനി 3 സെൻറ്റ് സ്ഥലം വാഗ്ദാനം ചെയ്തിട്ട് പിന്നെ പറ്റിച്ചു, അത് കിട്ടിയിട്ടില്ല. അപ്പോൾ എൻ്റെ പേരിൽ 3 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ സംഘടന 1200 സ്ക്വയർ ഫീറ്റ് വീട് വെച്ച് തരാനുള്ള ബാക്കി എല്ലാ പേപ്പർ വർക്കുകളും കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടിരിക്കുന്നതാണ്. ഈ 3 സെൻറ്റ് സ്ഥലം മേടിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സ്വപ്നം. വീട് വെക്കാൻ ചേട്ടായിട്ട് സംഘടനക്കാർ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അത് ചെയ്തു തരാം, അവരെപ്പോഴും വിളിക്കണമൊക്കെ ഉണ്ട്. പക്ഷേ സ്ഥലം രജിസ്റ്റർ ചെയ്യാണ്ട് നടക്കൂല. നമ്മൾ സാധാരണ ഇപ്പോൾ പ്രോഗ്രാമുകളും കാര്യങ്ങളും ഷോകളും കൊണ്ടൊക്കെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ രാത്രി 10 മണിക്ക് ശേഷം സ്റ്റേജ് പരിപാടികൾ അനുവദിക്കില്ല എന്നുള്ളൊരു ഇത് വന്ന് കുറേ പ്രോഗ്രാം നിന്ന് നിൽപ്പിടങ്ങ് ക്യാൻസലായിപ്പോയി. അങ്ങനെ വീട്ടിലിങ്ങനെ ഇരുന്നപ്പോഴാണ് അർജുൻ സാറിൻ്റെ ഈ ഷോയിലേക്ക് വരുന്നത്. ഐറ്റം വേറയിൽ അത്യാവശ്യം ശമ്പളം കാര്യങ്ങളും കിട്ടുന്നുണ്ടെങ്കിൽ തന്നെയും കടം തീർക്കാൻ തന്നെ തികയാത്ത മാതിരിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാര്യം പൈസ കിട്ടുന്നുണ്ട്, പക്ഷെ അതൊക്കെ കടത്തിൻ്റെ ഒരു ഇതായിട്ട് അങ്ങോട്ട് പോവുകയാണ്. നമുക്ക് മേലിലേക്കൊരു സമ്പാദ്യം എന്നുള്ളൊരു സെറ്റപ്പോ എൻ്റെ പിള്ളേർക്ക് തന്നെ മര്യാദക്കുള്ളൊരു സെറ്റപ്പുകൾ ചെയ്യാനുള്ളൊരു സംഭവം ഇല്ല. പ്രോഗ്രാമുകൾ ഷോകളും കിട്ടണം, പ്രോഗ്രാമുകൾ തരണം, കൂടുതൽ ഷോകൾ ചെയ്യണം. അതുപോലെ എന്തെങ്കിലും അവസരങ്ങളൊക്കെ വരികയാണെങ്കിൽ പ്രിയപ്പെട്ടവർ വിളിച്ച് തരണം, കുട്ടികളെ രക്ഷപ്പെടുത്തണം. അതോടൊപ്പം ആ ഒരു 3 സെൻറ്റ് സ്ഥലം സ്വന്തമാക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. എല്ലാ ആഗ്രഹങ്ങളും നടക്കും പ്രതിവേട്ട, നടക്കണം. എല്ലാം അല്ലേ? പ്രദീപ് പറഞ്ഞത് കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, പ്രദീപ് നമ്മുടെ മിമിക്രി അസോസിയേഷനിലെ മെമ്പറാണ്. ഞാൻ അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ എല്ലാ വർഷവും നമ്മുടെ മിമിക്രി അസോസിയേഷൻ മിമിക്രിയിൽ നമ്മളെ മെമ്പറായിട്ടുള്ള ഒരാൾക്കൊരു വീട് വെച്ച് കൊടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ചെയ്തു വരുന്നതാണ്. നമ്മുടെ കോഴിക്കോട് ആസ്ഥാനമായിട്ടുള്ള ബിൽഡിംഗ് ഡിസൈനേഴ്സ് അവരാണ് വീട് വെച്ച് കൊടുക്കുന്നത്. അതൊരു ചെറിയ വീടുമല്ല, ഈ പറഞ്ഞ ഒരു 1200 സ്ക്വയർ ഫീറ്റിൽ ഒരു 12 ലക്ഷത്തോളം രൂപ മുടക്കി ഒരു നല്ല വീടാണ്. അപ്പോൾ അത് ഈ കഴിഞ്ഞ വർഷം പ്രദീപിന് വെച്ചു കൊടുക്കണം എന്നായിരുന്നു തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രദീപിന് സ്ഥലം കൊടുക്കാം എന്ന് പറഞ്ഞ് തൃശ്ശൂരുള്ള, അതും മിമിക്രി അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ടൊരു പ്രോഗ്രാം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഒരു ടീം അവർ സമ്മതിച്ചതാണ്. പ്രദീപിന് സ്ഥലം ഞങ്ങൾ മേടിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് അവരൊരു ചെക്കും കൊടുത്തതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ആ ചെക്കിനകത്ത് അന്ന് അവർ സൈൻ ചെയ്തിട്ടില്ലായിരുന്നു, ഇതിൻ്റെ മെയിൻ ആള്. അതിൻ്റെ പിറ്റേ ദിവസം അവരുടെ എന്തോ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ട് ആ കമ്പനി തന്നെ വലിയൊരു പ്രശ്നത്തിലോട്ടായി. അങ്ങനെ ഒരു വലിയൊരു നിർഭാഗ്യവശാൽ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. അവരുടെ അക്കൗണ്ട് ഒക്കെ ഫ്രീസ് ചെയ്ത് അവരുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ തരാൻ പറ്റില്ല, അവർക്ക് ഈ സമയത്തൊന്നും പൈസ ചെലവാക്കാൻ പറ്റത്തില്ല എന്നൊരവസ്ഥ വന്നു. അങ്ങനെ ഒരു വലിയൊരു നിർഭാഗ്യം കൊണ്ടാണ് അത് നടക്കാതെ പോയത്. പക്ഷേ ഇപ്പോഴും പ്രദീപിന് വീട് വെച്ച് കൊടുക്കാൻ ബിൽഡിംഗ് ഡിസൈനേഴ്സ് റെഡിയാണ്. പക്ഷേ ഈ സ്ഥലം ഉള്ളവർക്കേ അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ചേട്ടാ, അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞത് ഇപ്പോൾ കടയാണോ? നമുക്കറിയാം. ഫുഡൊക്കെ നമ്മൾ അവിടെ തന്നെയാണ് തയ്യാറാക്കുന്നത്. ജസ്റ്റ് കിടക്കാൻ വേണ്ടിയിട്ട് വൈഫ് ഹൗസിലേക്ക് പോകും. അപ്പൊ എന്തായാലും അത് നടക്കട്ടെ പ്രദീപ്. ഇത് ഈ പറയുന്ന പോലെ നമ്മുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, സഹായിക്കാൻ താല്പര്യമുള്ള, സന്നദ്ധരായി നിൽക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
ഈ വീട് വെക്കാനുള്ള സ്ഥലം ലഭിക്കാവുന്നേ ഉള്ളൂ. അതിന് നമ്മളാൽ കഴിയും വിധം നമ്മുടെ മിമിക്രി അസോസിയേഷൻ തന്നെ പലരുമായിട്ടും സംസാരിക്കുകയും അതിൻ്റെ സംസാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അറിയാമല്ലോ, ഇപ്പോൾ ഈ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പരിമിതികളുണ്ട്. എന്തായാലും അത് നടക്കട്ടെ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരൊക്കെ ആണെങ്കിലും ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്. അവരുടെയൊക്കെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരാൻ നമ്മുടെ ഇത് ഐറ്റം വേറെ എന്ന ഈ ഫ്ലോറിലൂടെ കഴിഞ്ഞു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അപ്പോൾ ഈ പറയുന്നൊരു വലിയ സ്വപ്നം എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും കഴിവിൻ്റെ പരമാവധി നമ്മളെല്ലാം പ്രദീപിൻ്റെയും കുടുംബത്തിൻ്റെ ഒപ്പം ഉണ്ടാവും തീർച്ചയായിട്ടും. ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. കാരണം ഇപ്പോൾ 42 വയസ്സുണ്ട്, അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം എത്ര നാളുണ്ടാവുമെന്നും അറിയില്ല. അങ്ങനെയൊന്നും പറയല്ലേ. അതിനു മുമ്പ് മക്കളെ വൈഫിനെ ഒന്ന് സേഫ് ആക്കണം. ഇതെല്ലാം നടക്കും. പ്രതിഭ. ഈ എപ്പിസോഡ് വന്നു കഴിയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നടക്കും. ഓൾറെഡി നമ്മൾ വീടിൻ്റെ കാര്യം ഫിക്സഡ് ആണത്. കാരണം നമുക്ക് സ്ഥലത്തിൻ്റെ കേസ് മാത്രമേ ഉള്ളൂ. അത് മിക്കവാറും എന്നല്ല, ഉറപ്പിച്ചോ. കാരണം പ്രദീപ് ഭാഗ്യമുള്ളവനാ. ആദ്യം തന്നെ ഈ 2 ചുള്ളന്മാരെ കണ്ട അവന്മാരുണ്ട് കൂടെ. പിന്നെ നല്ല സപ്പോർട്ട് ചെയ്യണ വൈഫാണ്. എനിക്ക് തോന്നുന്നു വീട്ടിൽ വന്നിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിടക്ക് ഞാനൊരു പ്രോഗ്രാം പിടിച്ചപ്പോ പ്രദീപ് ഉണ്ടായിരുന്നു അതിനകത്ത്, ആ പ്രോഗ്രാമില്. അപ്പൊ അന്ന് വൈഫ് ഉണ്ടായിരുന്നു കൂടെ. കൊല്ലത്ത് അന്ന് തുടങ്ങിയുള്ള ഇവര് എവിടെ പോയാലും വൈഫ് ഉണ്ടാവും. അത് തന്നെ ഒരു ഭാഗ്യമാണ്. സപ്പോർട്ട് കിട്ടുക എന്ന് പറഞ്ഞാലും ഭയങ്കര ഭാഗ്യമാണത്. ഇതെന്തായാലും നടക്കും പ്രദീപ്. അത് വിഷമിക്കേണ്ട ആവശ്യമില്ല. വേറെ കാര്യങ്ങളൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. 3 സെന്റ് സ്ഥലമല്ലേ? അതെ, അതൊക്കെ ദൈവം അതിന്റെ കൃത്യസമയത്ത് തരും. ഇപ്പൊ എല്ലാം അതിന്റെ കൃത്യസമയത്ത് നടക്കും. ആ കാര്യം ഒരു ടെൻഷൻ അടിക്കാൻ വേണ്ട കേട്ടോ. ഈ ടെൻഷൻ മാറ്റാൻ വേണ്ടിട്ട് ഇപ്പൊ കൊച്ചു പറഞ്ഞൊരു കൗണ്ടർ പറയാം. ഇറങ്ങി വന്ന് ഇപ്പൊ പുള്ളി ചായ എടുത്തോണ്ടിരിക്കുക. സന്യാസി വാ, ഒരു ചായ കുടിച്ചിട്ട് പോവാന്ന്. ഈ അടുത്തെങ്ങാണ്ട് ആരോ ഈ അടുത്തല്ലോ ഈ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞല്ലോ, കൂട്ടുകാരൻ വിളിച്ചു കഴിഞ്ഞപ്പോ പുള്ളി യൂട്യൂബില് കണ്ടോണ്ടിരിക്കുക. അച്ചായി എന്തെന്ന് ചോദിച്ചു. അച്ചായി കക്കൂസി പോയിക്കാ, 3 മാസം കഴിയും വരാന്ന്. ചോദിക്കട്ടെ, ഒരു പാട്ട് പാടുവാ. ഒരു പാട്ട് പാടാം. അങ്ങവാനക്കോണിലെ മിന്നി നിന്നൊരമ്മിലെ അമ്പിളി കലക്കൊല്ലി ചോര കൺമുയൽ ഒറ്റകളടുക്കൊണ്ട് കട്ടിലെ മമ്പർ മാറ്റിടുവാൻ ആകാശ നക്ഷത്രങ്ങൾ ചെയ്യുന്ന മുന്നിൽ എന്നായ നയമയൊക്കെ വഴക്കാം ചെയ്യുന്ന മുന്നിൽ നേരം ചിട്ടറും കുഞ്ഞിലവാവ് കഥ കേട്ടുമല്ല നെയ്യൂട്ടി മാറി ചൂടി ഉറങ്ങ പൊന്ന് തലരാ ഓമൽ തിരിയോടെ കൊഞ്ചി കളിയോടി വളര് ഉയർത്തുക. നല്ലൊരു കൈ കൊടുത്തേ. കേട്ടോ, അച്ഛനും അമ്മയും പാടും, മക്കളും പാടും. എന്നാ ആസ്വദിക്കുന്നു മൈക്ക് കൊടുക്ക. നമസ്കാരം അശ്വതി. നമസ്കാരം. സന്തോഷമുണ്ട് കണ്ടതിൽ. എന്തായാലും വിശേഷങ്ങളെല്ലാം ഇതിനകത്തൂടെ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും അശ്വതിയുടെ മനസ്സ് പോലെ തന്നെ എല്ലാം ഭംഗിയായിട്ട് വരും. ഒരുപാട് നന്മകളുള്ള ഒരാളാണെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ പ്രദീപിനെ നമുക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാളാണ്. വളരെ ഒരു സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് സൗഹൃദങ്ങളുള്ള ഒരാളാണ് പ്രദീപ്. എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ദൈവം അനുഗ്രഹിച്ചെല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. നമ്മുടെ കുടുംബത്തിൻ്റെ, അതായത് ഇത് ഐറ്റം വേറെ എന്ന കുടുംബത്തിൻ്റെ എല്ലാ സപ്പോർട്ടും എല്ലാ ആശംസകളും എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും കേട്ടോ. ഓക്കെ ശരി. ചേച്ചി ഇവിടെ വന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഉള്ള സന്തോഷങ്ങൾ ഞങ്ങളോട് ഒക്കെ ഒന്ന് ഷെയർ ചെയ്താട്ടെ. പിന്നെ പിള്ളേർ സംസാരിച്ചു, പ്രതിയായിട്ട് സംസാരിച്ചു, ചേച്ചി മാത്രം അധികം ഒന്നും സംസാരിച്ചില്ല. ഞാൻ പൊതുവെ അങ്ങനെ അധികം സംസാരിക്കാറില്ല. സന്തോഷം പരിപാടിയൊക്കെ കാണാറുണ്ട്, എല്ലാ പരിപാടിയും കാണാറുണ്ട്. ഈ പ്രദീപ് എന്നോട് അധികം സംസാരിക്കാറില്ല. എന്താ പ്രദീപ്? ഞങ്ങൾ തമ്മില് പൊതുവെ സംസാരം കുറവാ.
പിന്നെ നിങ്ങൾ ആദ്യം കണ്ടുമുട്ടിയപ്പോൾ എങ്ങനെയായിരുന്നു സംസാരിച്ചത് ഫസ്റ്റ് ആ ബൂത്തില്? അന്നും സംസാരം കുറവാ, പാട്ടൊക്കെ പാടി തരുമായിരുന്നു, അധികം സംസാരിക്കൂല. അന്നും അതേ ഫോൺ ചെയ്യുമ്പോ ഒരു അമ്മ വരുന്നുണ്ട്, പിന്നെ വിളിക്കാം. എടാ പ്രദീപേ, ഇപ്പോഴും പാട്ട് പാടി തരുന്നുണ്ടല്ലോ. അത് മതി. പാട്ടൊക്കെ പാടി തരും. മതി. പാട്ടൊക്കെ പാടി തരുന്നുണ്ട്. അല്ല പ്രദീപിന് മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കണ വൈഫാണല്ലേ? ആണോ പ്രദീപേട്ടാ? അതെ അതെ, എൻ്റെ ഒരു പാട്ട് കേട്ടാണ് കൂട്ടുകൂടിയത്. ഓ ശരി. അതേത് പാട്ടാ? എന്നും നിനക്കുള്ളതല്ലേ എൻ്റെ നെഞ്ചിലെ പാട്ടിൻ്റെ പാൽ കിണ്ണം, നെഞ്ചിലെ പാട്ടിൻ്റെ പാൽ കിണ്ണം, നെറ്റിയിൽ പൂവുള്ള സ്വർണ്ണ ചിറകുള്ള പക്ഷി, നീ പാടാത്തതെന്തേ? ഈ പാട്ട് മതി 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 മതി, അതിലുണ്ടല്ല. അതെ സത്യം. ഇപ്പൊ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 12 വർഷം കഴിഞ്ഞു. 12 വർഷമായിട്ട് ഇവരുടെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് ചേച്ചിയുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് വർഷം അങ്ങനെ തന്നെ പോവാ. ആഗ്രഹങ്ങളെല്ലാം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സാധിക്കട്ടെ, എത്രയും വേഗം സാധിക്കട്ടെ. അല്ല എനിക്ക് ഈ സ്കിറ്റി പറഞ്ഞ പോലെ പൂക്കണത് നീലക്കുറിഞ്ഞി 12ാമത്തെ വർഷം പൂക്കോള്. ഓക്കെയാണത്. അതെ, ഈ വർഷം ആ നിലക്കുറിഞ്ഞി, ജീവിതത്തിന്റെ നിലക്കുറിഞ്ഞി പൂക്കട്ടെ. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് പ്രതിയുടെ മാർക്സ് അല്ലേ? പിന്നെ ബിജുക്കുട്ടൻ ചേട്ടാ? ഞാനൊരു 10,000 രൂപ. 10,000 രൂപ. ഷാജു ചേട്ടാ? ഞാനും കുറയ്ക്കുന്നില്ല, ഞാനൊരു 10,000 രൂപ കൊടുക്കും. ടോട്ടൽ 20,000 രൂപയായിട്ടുണ്ട്. നസീർക്ക ശരിയല്ലല്ലോ. ഞാനോട് വേണ്ട. അതെ, 30,000 രൂപ. ഇനി ഇതുപോലെ ഒരുപാട് 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 നല്ല സ്കിറ്റുകളായിട്ട് വരിക. 30, 75, 1 ലക്ഷം ഒക്കെ ആവട്ടെ. ആഗ്രഹങ്ങളെല്ലാം നടക്കും. ഓക്കെ, ഉഷാറായിട്ട് ചിരിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. ഒരു നല്ല കൈഡി കേട്ടോ കുടുംബത്തിന്. ഗൈസ്, സമയം കഴിഞ്ഞു. 1 മണിക്കൂറൊക്കെ 10 മിനിറ്റിന്റെ സ്പീഡിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇന്ന് ഒരുപാട് എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു അല്ലേ? അപ്പം നന്നായിട്ട് പോയി കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ പെരുമ്പാവൂർ സ്നേഹാലയത്തിലെ അച്ഛനും പിന്നെ ബാക്കിയുള്ള എല്ലാവർക്കും ഒരു നല്ല കൈഡ് നമ്മുടെ ഭാഗത്തുനിന്ന്. ആദ്യം വന്ന് നമ്മളെ ഇഷ്ടപ്പെട്ട് പിന്നെയും വന്നു, പിന്നെയും ഒന്നുകൂടെ വന്ന അച്ഛന് ഒരു നല്ല കൈഡിയും കൂടെ. ഓക്കെ, ഇങ്ങനെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരുമായിട്ട് വരണം. നമുക്ക് ഒരുപാട് ചിരിക്കാം. ഇന്നത്തെ തൽക്കാലം കഴിഞ്ഞു. നമുക്ക് ഉഗ്രൻ സ്കിറ്റുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.